ഹായ് ഹലോ. കുറേ നാൾക്ക് ശേഷം ഇന്നാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. കുട്ടികൾക്ക് സ്കൂൾ ഓപ്പണിംഗ് ആയി. അപ്പം അതിൻ്റേതായ കുറച്ച് തിരക്കായിരുന്നു. ഇപ്പോൾ കുട്ടികൾ സ്കൂളിലൊക്കെ പോന്നു, ബാക്ക് ടു റൊട്ടീനായി. ഒരുപാട് പേര് ഇൻസ്റ്റാ DM ചെയ്തായിരുന്നു സ്കെഡ്യൂൾ ചെയ്യുന്ന കാര്യം പറയാനായിട്ട്. നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പം കുട്ടികൾ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങുമ്പോഴത്തേക്ക് നല്ല തിരക്കായിരിക്കും എന്ന്. അങ്ങനെ കുറച്ച് ബിസി ആയിപ്പോയതാണ്. അപ്പോൾ ഇപ്പം ഞാൻ കമ്മിറ്റ് ചെയ്തേക്കുന്ന കുറച്ച് പേരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഞാൻ ചെയ്തു തരാം. ബാക്കിയുള്ളതൊക്കെ ഞാൻ വിചാരിക്കുന്നത് ഒരു വീഡിയോ ചെയ്യാം, ഈ സ്കെഡ്യൂൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എങ്ങനെ ഏർലി മോർണിംഗ് എഴുന്നേക്കുക എന്നുള്ളതാണ്. ഞാൻ കുറേ പേർക്ക് സ്കെഡ്യൂൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ കുറച്ച് പേര് കമൻറ്റിലും പേഴ്സണൽ മെസ്സേജിലൂടെയൊക്കെ എന്നോട് പറഞ്ഞു അവർക്ക് ഏർലി മോർണിംഗ് എഴുന്നേക്കാൻ പറ്റുന്നില്ല, എന്നാൽ ബാക്കി കാര്യങ്ങളൊക്കെ റൊട്ടീനിലുള്ളതുപോലെ ചെയ്യാൻ കഴിയുന്നുണ്ടെന്ന്. അപ്പോൾ ഞാൻ കരുതി ഓരോരുത്തരോടും പേഴ്സണലി റിപ്ലൈ കൊടുക്കുന്നതിൽ നല്ലത് ഒരു വീഡിയോ ചെയ്യുന്നതാണെന്ന്. അപ്പോൾ മറ്റുള്ളവർക്ക് അത് ഉപകാരപ്പെടുമെങ്കിലാകട്ടെ അല്ലേ. സോ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ എൻ്റെ അറിവിൻ്റെ പരിമിതിക്കുള്ളിൽ ഉള്ള കാര്യങ്ങളാണ് കേട്ടോ. അവർക്കും വർക്കാവുമെന്നും എനിക്കറിയത്തില്ല, പക്ഷേ മാക്സിമം വർക്കാവുമെന്ന് എൻ്റെ വിശ്വാസം. ഒന്ന് കേട്ട് നോക്കുക കേട്ടോ. ഒരേ ഒരു കാര്യമേ ഉള്ളൂ ഏർലി എഴുന്നേക്കാനായിട്ട്. നമ്മുടെ സ്ലീപ്പ് സെറ്റ് ആക്കുക, ഒരു പ്രോപ്പർ ടൈം ആക്കുക. അതിന് 3 ടിപ്പുകൾ, അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എ പ്രോപ്പർ സ്ലീപ്പ് സ്കെഡ്യൂൾ. നമുക്ക് പ്രോപ്പറായൊരു ടൈം വേണം ഉറങ്ങുന്നതിന്, എന്നാൽ മാത്രമേ പ്രോപ്പർ ടൈമിൽ ഉണരാൻ പറ്റൂ. അതുപോലെ തന്നെ 6 to 8 hours സ്ലീപ്പ് മസ്റ്റായും വേണം. ഉണരാൻ അലാം വെക്കുന്നത് പോലെ തന്നെ നൈറ്റ് ഉറങ്ങുന്നതിന് 1 hour മുമ്പ് അലാം വെക്കുക. ഈ അലാം വെക്കുന്നതിൻ്റെ ബെനിഫിറ്റ് എന്തെന്നാൽ ആ അലാം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഉറങ്ങാൻ ഇനി 1 hour കൂടിയേ ഉള്ളൂ, ബെഡ് ടൈം റൊട്ടീൻ ചെയ്യാനുള്ള ടൈമായി എന്നുള്ളത്. സോ പ്രിപ്പയർ ആവാനുള്ളൊരു ടൈം കിട്ടും. രണ്ടാമത്തത് ഇംപ്രൂവ് യുവർ ബെഡ് ടൈം റൊട്ടീൻ. നേരത്തെ പറഞ്ഞില്ലേ, കിടക്കുന്നതിന് 1 hour മുമ്പ് അലാം വെക്കുന്ന കാര്യം. അലാമിന് ശേഷമുള്ള 1 hour നോ സ്ക്രീൻ ടൈം, ഫോൺ, TV ഇതൊന്നും പാടില്ല. ഇത് ക്വാളിറ്റി ഓഫ് സ്ലീപ്പിനെ ബാധിക്കും. ഞാൻ സാധാരണ 8 മണിക്ക് കഴിഞ്ഞാൽ ഫോണിൽ നെറ്റ് ഓഫ് ആക്കാറാണ് പതിവ്. പിന്നെ ഫോൺ എടുക്കില്ല. സോ മാക്സിമം ഏർലി തന്നെ ഫോണിലെ ഡേറ്റ ഓഫ് ചെയ്യുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഫോൺ എടുത്ത് നോക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. പിന്നെ ജേർണലിംഗ് ചെയ്യുന്നവരാണെങ്കിൽ അത് ചെയ്യുക. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലൊക്കെ നൈറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നൈറ്റ് സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് കിടന്നു കഴിഞ്ഞാൽ അത്രയും കൂടി ഒരു ഉന്മേഷവും കിട്ടും, ഉറങ്ങാനുള്ളൊരു ഫീലും ഉണ്ടാവും, ഒരു റിലാക്സ്ഡ് ആവും നമ്മൾ. പിന്നെ ലാസ്റ്റ് വണ്ണാണ് ക്വാളിറ്റി ഓഫ് സ്ലീപ്പ്. അതായത് നന്നായി ഉറങ്ങിയാലേ രാവിലെ ഉന്മേഷത്തോടെ എഴുന്നേക്കാൻ കഴിയൂ. അപ്പോൾ ഉറക്കം കിട്ടാൻ ഞാൻ ചെയ്യുന്ന കുറച്ച് പൊടിക്കൈകളാണ് പറയുന്നത്. നൈറ്റ് ഹെവി ആയിട്ട് ഫുഡ് കഴിക്കാതിരിക്കുക. ഒരുപാട് വാരി വലിച്ച് കഴിച്ചാൽ ഉറങ്ങാനും നമുക്ക് നല്ല പാടായിരിക്കും. നമ്മുടെ ശരീരം ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടും, നമുക്ക് നല്ല ഉറക്കം കിട്ടില്ല. പിന്നെ നേരത്തെ തന്നെ ഡിന്നർ കഴിക്കുക. കിടക്കുന്നതിന് തൊട്ട് മുമ്പ് കഴിക്കാതെ ഒരു 2 മണിക്കൂർ മുമ്പൊക്കെ കഴിച്ചു കഴിഞ്ഞാലും നല്ലതായിരിക്കും, നമുക്ക് ഉറങ്ങാൻ പെട്ടെന്ന് കഴിയും. പിന്നെ വെള്ളം ഒരുപാട് കുടിച്ചിട്ട് കിടക്കാതിരിക്കുക. വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉറക്കത്തിൻ്റെ ഇടയ്ക്ക് നമുക്ക് ബാത്റൂമിൽ പോകാനൊക്കെ ഉള്ളൊരു ടെൻഡൻസി ഉണ്ടാകും. പിന്നെ കിടന്നാൽ ഉടനെ തന്നെ ഉറക്കം വരാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ 2-3 പേജ് ബുക്സ് റീഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തനിയെ ഉറക്കം വരും വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ. എനിക്ക് വർക്കായ കാര്യങ്ങളാണ് ഇതൊക്കെ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും, നടക്കും. അപ്പോൾ ബായ്.